ഞാൻ തന്നെയാണ് മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടുള്ളത്. അതിൽ എന്നോടുള്ള വ്യക്തിപരമായ താല്പര്യം കൊണ്ടാണ് വനിതാ കണ്ടക്ടറെ സസ്പെൻഷൻ ചെയ്തത് എന്നൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമന്റുകൾ വന്നായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. പിന്നെ നിലവിൽ ഈ വനിതാ കണ്ടക്ടർ എൻ്റെ ഭർത്താവിൻ്റെ ഫോണിൽ മോശമായ രീതിയിൽ മെസ്സേജുകൾ അയക്കുകയും അതിനെ തുടർന്ന് ചോദ്യം ചെയ്ത് എന്നോട് വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയും അതുമൂലം ഞാൻ പല വഴികളും സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിലൊന്നും എനിക്ക് വേണ്ട നീതി കിട്ടാത്തത് കൊണ്ടാണ് മന്ത്രിക്ക് നേരിട്ട് തെളിവ് സഹിതം പരാതി കൊടുത്തതും മന്ത്രി അത് വിജിലൻസിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്. അപ്പോൾ വിജിലൻസ് എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. തെളിവ് സഹിതം വിജിലൻസിന്റെ മുന്നിൽ കൊടുത്തതിന് ശേഷമാണ് വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്താക്കിയത്. അതിൽ ഈ പറയുന്നത് പോലെ എന്നോടൊരു പ്രത്യേക താല്പര്യമോ ഒന്നും വെച്ചിട്ടല്ല മന്ത്രി ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതിൽ മന്ത്രിയോ ഈ ഉത്തരവ് ഇട്ട വിജിലൻസോ ആരും തന്നെ കുറ്റക്കാരല്ല. ഇത് എൻ്റെ വ്യക്തിപരമായ തെളിവ് സഹിതം കൊടുത്തുള്ള പരാതിന്മേലുണ്ടായ നീതിയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് മൊഴിയെടുത്തിരുന്നു. വിജിലൻസ് ഓഫീസിൽ ഞാൻ പോയിരുന്നു. ദൃശ്യങ്ങൾ ഉൾപ്പെടെ, അതായത് ബസ്സിലെ ഇവരുടെ സംസാരിക്കുക, അത് പല ദിവസങ്ങളിലായിട്ട് പല ആൾക്കാർ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ വഴിയും ബസ്സിലെ സ്ഥിരയാത്രക്കാർ വഴിയും കിട്ടിയ വീഡിയോസാണ് ഞാൻ മന്ത്രിയുടെ മുമ്പിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പരാതിക്കാരിയെ കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ജോലി ചെയ്ത എല്ലാ ഡിപ്പോകളിലും ഇതുപോലൊരു ഫാമിലി ഇഷ്യൂ ഉണ്ടാക്കി ട്രാൻസ്ഫർ മാറി വരുന്ന ആളാണ് ഈ ഒരു ലേഡി കണ്ടക്ടർ. അതുകൊണ്ടാണ് കുടുംബജീവിതം നശിപ്പിക്കരുത് എന്നുള്ള അപേക്ഷ പുള്ളിക്കാരി മറ്റൊരു രീതിയിൽ തന്നെ മോശമായി ചിത്രീകരിച്ചത് കൊണ്ടാണ് നേരിട്ട് തന്നെ മന്ത്രിക്ക് പരാതി കൊടുത്തത്. ഈ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയതിനെ തുടർന്ന് ഈ പറയുന്ന വനിതാ കണ്ടക്ടറോട് ഞാൻ നേരിട്ട് ചെന്ന് സംസാരിച്ചു. ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വനിതാ കണ്ടക്ടറുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ ഒരു റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയത്. എന്ത് വന്നാലും എൻ്റെ ഭർത്താവിനൊപ്പം അവർ ജീവിക്കുമെന്നും പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഏത് രീതിയിൽ വേണമെങ്കിലും അത് തടയാനും എന്നെക്കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ ചെയ്തോളാനും പുള്ളിക്കാരി എന്നോട് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് ഏലൂർ പോലീസ് സ്റ്റേഷനിലും KSRTCയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും IC മുതലായ KSRTCയുടെ ഉദ്യോഗസ്ഥർക്കും കോടതി വഴിയും ഞാൻ പരാതി കൊടുത്തു പോയിരുന്നു. അവിടെ എങ്ങനെ നീതി ലഭിക്കാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഞാൻ പരാതി നൽകിയത്. പരാതി നൽകിയതിനെ തുടർന്ന് പിറ്റേ ദിവസം എന്നെ വിജിലൻസ് ഓഫീസിൽ വിളിപ്പിക്കുകയും എൻ്റെ മൊഴി രേഖപ്പെടുത്തി തെളിവ് സഹിതം ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഈ പറയുന്ന ഡ്രൈവറെയും കണ്ടക്ടറെയും വിളിപ്പിച്ചിരുന്നു. അതിനുശേഷം KSRTCയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും അവിടെ വിളിപ്പിച്ചതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇവരുടെ എല്ലാം മൊഴിയെടുത്തിട്ട് തെളിവ് സഹിതം സത്യസന്ധമാണ് അവർക്ക് തെളിഞ്ഞത് കൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇങ്ങനെ സസ്പെൻഷൻ കൊടുത്തത്. അതിപ്പോ ഞാനും മന്ത്രിയും തമ്മിലുള്ള അവിഹിതം അവരെ ആക്കി തീർത്തതാണ് ഈ കമന്റുകളിലൂടെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ഇതിൽ വന്നത്. അതിന്റെ എല്ലാ തെളിവുകളും ഞാനിവിടെ മീഡിയയ്ക്ക് മുന്നിൽ ഹാജരാക്കും. വിവാഹം കഴിച്ചു, ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നമായി ഡിവോഴ്സിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തത്. പരാതി ഇനി അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് എഴുതി ഒപ്പിട്ട്, പക്ഷെ അതിനുശേഷവും ഇവര് തമ്മിലുള്ള ബന്ധം തുടരുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനിലും അവിഹിതം എടുക്കുന്ന വകുപ്പില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ ചെയ്യരുതെന്ന് അവർ വാൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ KSRTCക്ക് പരാതി കൊടുത്ത് അദ്ദേഹത്തിന് ജോലി കളയാൻ വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തത്. ജോലി കളയാനല്ല, നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും വിധേന രക്ഷപ്പെടുത്തണം എന്നേ ഉള്ളായിരുന്നു. ഇതിലിപ്പോ ഈ കമന്റിൽ പറയുന്നത് പോലെ മന്ത്രിക്ക് എന്നോട് പേഴ്സണൽ താല്പര്യം വെച്ചിട്ടോ അതല്ല വിജിലൻസിനും കണ്ടക്ടറോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടോ അല്ല. കാരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് മോശമായ കമ്പനികൾ എനിക്കും മന്ത്രിക്കും ഈ പറയുന്ന വിജിലൻസ് ഓഫീസർക്കും ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കും എല്ലാം ഉണ്ടായത് കൊണ്ടാണ്. സത്യത്തിൽ അവരെല്ലാം നിരപരാധികളാണ്. മന്ത്രി ഉൾപ്പെടെ എല്ലാവരും എന്റെ വ്യക്തിപരമായ പരാതിയായിരുന്നു. വ്യക്തമായ തെളിവ് കൊടുത്തതിന് ശേഷമാണ് അവരങ്ങനൊരു നടപടിയെടുത്തത്.